ഹലോ! എന്തെല്ലാം ഉണ്ട്? ഏ? അപ്പോൾ ഒരീസം രാത്രി മുതൽ പിറ്റേ ദിവസം രാത്രി വരെ അല്ലെങ്കിൽ ഏകദേശം ഒരു സന്ധ്യ വരെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇത്രയും കാലത്ത് എൻ്റെ ഭക്ഷണ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് കയറണം എന്ന് പറയുന്നത്. അങ്ങനെ ചെരുപ്പ് പുറത്തഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ എന്നിട്ട് ഇടുന്ന ഒരു ചൂട് വിത്തൗട്ട് കട്ടൻ ചായ ഊതി ഊതി അങ്ങോട്ട് പിടിപ്പിച്ച്. ഇപ്പം സമയം ഏകദേശം ഒരു 7:45 8 മണിയെല്ലാം ആയിരിക്കും. മദ്ഹൂത്താണ് ഇവിടുത്തെ വൺ ആൻഡ് ഓൺലി ഐറ്റം. അതും ചിക്കൻ മദ്ഹൂത്ത് മാത്രം. അപ്പോൾ അതുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇതാ നിങ്ങളെ കൺമുമ്പിൽ ഇപ്പോൾ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ മദ്ഹൂത്ത് സ്പെഷ്യൽ കുക്കർ അങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ചിക്കനെല്ലാം ഇട്ട് അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അരിയെല്ലാം ഇട്ടിട്ട് ഇനി ആ കുക്കർ ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് മൂടും. ഒരേ സമയത്ത് തന്നെ ഏകദേശം ഒരു 8ഓളം കുക്കറിലാണ് ഇവിടെ മദ്ഹൂത്ത് റെഡിയാക്കുന്നത്. അപ്പോൾ അരിയെല്ലാം ചിക്കനെല്ലാം ഇട്ട ശേഷം ഏകദേശം ഒരു 25 മിനിറ്റ് അരമണിക്കൂറോളം കാത്തു നിന്നേ. അങ്ങനെ അരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം കോയക്ക അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കുക്കറുമായിട്ട് രംഗപ്രവേശനം ചെയ്തു. എന്നിട്ട് ആ കുക്കർ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് അങ്ങോട്ട് തുറന്നേ. അന്നേരം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലേശം വെള്ളം ഇങ്ങനെ തിളക്കുന്നത്. പിന്നെ ആ റൈസിൻ്റെ എല്ലാം ആ ഒരു മണം ഉണ്ടല്ലോ, അതെല്ലാം മെല്ലെ എൻ്റെ മൂക്കിലേക്കെല്ലാം ഇങ്ങനെ അടിച്ച് കയറാനെല്ലാം തുടങ്ങി. പിന്നെ ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റിലേക്ക് എല്ലാം കൂടി അങ്ങോട്ട് ചെരിഞ്ഞ ശേഷം 2 കൈയിലുകൊണ്ട് ഇതാ ഓരോ ചിക്കൻ പീസ് ഇങ്ങനെ കോരിയെടുത്തിട്ട് സെർവിങ് ചെയ്യുന്ന പാത്രമില്ലേ, സെർവിങ് പാത്രത്തിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങി. അതിനുശേഷം റൈസ് 2 സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കണം പോലും. അന്നേരമാണ് ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ എന്നാണ് കോയക്ക പറയുന്നത്. അപ്പം മൂപ്പര് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഏറെക്കുറെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മെല്ലെ കഴിക്കാൻ തുടങ്ങാം അല്ലേ. ഒരു ഹാഫ് കോഴീൻ്റെ പീസ് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം പിന്നെ ഒരു 3-4 കയ്യിൽ മധൂത്ത് റൈസ് ഇട്ട് എന്നിട്ട് ആ കോഴീനെ മെല്ലെ ഒന്ന് പിടിച്ച് പൊക്കി നോക്കിയേ. അപ്പാടന്നെ ഉണ്ട് അതിൻ്റെ ചിറകെല്ലാം എൻ്റെ കയ്യിലേക്ക് വരുന്നു. കുക്കറിന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ചെരിയുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് കഴിഞ്ഞാലും കൈ പൊള്ളുന്നു അലാക്ക്. ചിക്കൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ല, പക്ഷേ അത്യാവശ്യം സോഫ്റ്റ് തന്നെയാണ്. കൈയെല്ലാം പൊള്ളിച്ചുകൊണ്ട് ചിക്കനിന്നൊരു പീസ് ഇങ്ങോട്ട് അടർത്തിയെടുത്ത് എന്നിട്ട് അതിൻ്റെ തൊലി എല്ലാം ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ലേശം സലാത്ത് ഉണ്ടല്ലോ അത് ആ റൈസിലാടി വെച്ച് എന്നിട്ട് ചിക്കനിന് വീണ്ടും പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ റൈസിൻ്റെ കൂടെ എല്ലാം ചേർത്ത് വെച്ചിട്ട് കഴിച്ചേ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. വൺ ഓഫ് ദി ബെസ്റ്റ് മധുഹൂത്ത് എന്നൊന്നും പറയുന്നില്ല, ഒരു ആവറേജ് മധുഹൂത്ത് അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഫുള്ളിന് 700 റുപ്യ, ക്വാർട്ടറിന് 150. അപ്പോൾ സ്പോട്ട് വരുന്നത് മലപ്പുറം മഞ്ഞപ്പാട്ട എലങ്കൂറുള്ള റെയ്ഹാൻ കുഴിമന്തി അഥവാ കോയക്കാൻ്റെ കുഴിമന്തി. റൈസ് കുറച്ചും കൂടെ സോഫ്റ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അത് വേറൊന്നും കൊണ്ടൊന്നല്ല, കാരണം ഇവിടുന്ന് കഴിച്ചതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള മധുഹൂത്ത് ഞാൻ മലപ്പുറത്ത് നിന്ന് തന്നെ വേറൊരു സ്പോട്ടിൽ നിന്ന് കഴിച്ചതിന് കുറച്ച് മുമ്പ്. അപ്പോൾ ആ സ്പോട്ടിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് കയറിയിന് ഇവിടുന്ന് പോകുന്ന വഴിക്ക്, അതായത് അവിടുന്ന് തിരിച്ച് കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ആ സ്പോട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് കയറി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച്, കറക്റ്റ് ഡിഫറൻസ് കിട്ടുമല്ലോ നേരം. അങ്ങനെ ഇവിടെ കയറിയിട്ട് ഇവിടുന്നും ഒരു ഒരു പോർഷൻ മധുഹൂത്ത് ഓർഡർ ചെയ്ത്, ചിക്കൻ മധുഹൂത്ത് തന്നെ ഓർഡർ ചെയ്തത്. എന്നിട്ട് മറ്റേ സ്പോട്ടിൽ നിന്ന് കഴിച്ച പോലെ തന്നെ ആദ്യം കുറച്ച് റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചു നോക്കി. കാണുമ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇൻഫാക്റ്റ് മറ്റേതിനേക്കാളും സോഫ്റ്റ് ആയിരുന്നു. കുറച്ചും കൂടെ ഒരു ഫ്ലേവർഫുള്ളായിട്ട് തോന്നി എനിക്ക് ഇവിടുത്തെ റൈസ് ആയാലും പിന്നെ ചിക്കൻ ആയാലും. റേറ്റ് സെയിം റേറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 150 തന്നെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ക്വാർട്ടറിന്. പിന്നെ ഇവിടെ മട്ടനും ബീഫും എല്ലാം ഉണ്ടെന്ന് തോന്നും കേട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പം ബീഫെല്ലാം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് അറേബ്യൻ മദ്ഹൂത്ത് എന്നാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്താലാണ് കേട്ടോ. അപ്പം അങ്ങനെ ആടുന്ന് കഴിച്ചിറങ്ങി തിരിച്ച് കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഒരു മണി, ഒരു 12:30 1 മണിയായല്ലോ ഒരു സ്പോട്ടിലും കൂടെ ഒന്ന് കയറി ഒന്ന് ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ കാലമായി ഞാൻ ബ്രോസ്റ്റ് ചിക്കൻ കഴിച്ചിട്ട്. എപ്പോഴും ഫ്രൈഡാ കഴിക്കാറ്. ഇതെനിക്ക് വലിയൊരു സെറ്റായിട്ട് തോന്നിയില്ല കേട്ടോ. ഇനി ലേറ്റായിട്ട് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഓയിലിൻ്റെ എല്ലാം ഫ്ലേവർ ഉണ്ടേനും പിന്നെ മൊത്തത്തിലൊരു ഓയിലിൻ്റെ ഫ്ലേവറിലും ഉണ്ടേനും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ തിരിച്ച് ഏകദേശം തലശ്ശേരി എത്തിയേരം പിന്നെ നമ്മുടെ ഒരു സ്ഥിരം സ്പോട്ട് ഉണ്ടല്ലോ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള അനുപമ, നമ്മളെ മുനീർ ഖാൻ്റെ സ്പോട്ട്. അവിടെ കയറിയിട്ട് അവിടുന്ന് ഒരു റോസ്റ്റഡ് അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും മാത്രം ഇട്ടടിക്കുന്ന ഒരു സ്പെഷ്യൽ ഷേക്ക് ഉണ്ട് ഇപ്പോൾ അവിടെ പുതിയത് ഇറങ്ങിയിട്ട്, ഒരു ഡ്രൈ ഫ്രൂട്ട്സ് 90 റുപ്യേൻ്റെ. അതും ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ച്. ഇളം മധുരമാണ് സാധനം, ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമാണ്. പിന്നെ അതിൻ്റെ കൂടെ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പിൻ്റെ ഫ്ലേവർ വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിന്. എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് അത്. അങ്ങനെ അത് കുടിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ഒന്ന് പാനൂരേക്ക് പോയി. പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഞാനന്ന് പറഞ്ഞില്ലേ ഒരു മോനുണ്ട് കുറച്ച് ആളെല്ലാം പറ്റിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നോടൊന്ന് വരുമെന്ന് ചോദിച്ചിട്ട് ഞാനും മൂപ്പരും കൂടെ പോയതാണ്. പറ്റിച്ച ആളുണ്ടല്ലോ ഓനൊരു പ്രസ്ഥാന, ഒരു കണ്ണ് ചോരയില്ലാത്തൊരു നാമം. ഓനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമുക്കൊന്ന് സെറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്നാണ് കറക്റ്റായിട്ടുള്ള സംഭവം എന്നല്ല. അപ്പോൾ അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ സ്പോട്ടിൽ കയറിയിട്ട് അവിടുന്ന് ആദ്യം തന്നെ ഒരു പുഴുങ്ങിയ മുട്ട അങ്ങോട്ട് കഴിച്ച്. കുറേ കാലമായി ഞാൻ ഈടെ ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നത്.
എന്നിട്ട് ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഒരു പൊറോട്ട പറഞ്ഞ്, പൊരിച്ച പത്തിരി പറഞ്ഞ്, പിന്നെ ബീഫിൻ്റെ പാർട്സ് പറഞ്ഞ്, ബീഫ് പറഞ്ഞ്, ചിക്കൻ പറഞ്ഞ്, പിന്നെ പുട്ട് ഓർഡർ ചെയ്തതിനേനും പക്ഷേ അപ്പോഴത്തേക്ക് പുട്ട് തീർന്നു പോയിന്, അതുകൊണ്ട് പുട്ടില്ല. അങ്ങനെ പൊറോട്ടയും ചിക്കനും ബീഫിൻ്റെ പാർട്സും ബീഫെല്ലാം കഴിച്ചേ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അങ്ങനെ ചൂടുണ്ടായില്ല കേട്ടോ. കുറച്ച് ചൂടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ച് പണ്ടാരടക്കിയേനെ. ഈ പൊരിച്ച പത്തിരിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ചിക്കൻ്റെ ഗ്രേവി ആ പൊരിച്ച പത്തിരീൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നല്ലോണം കുതിർത്ത ആ പൊരിച്ച പത്തിരിയും ബീഫിൻ്റെ പാർട്സും സെറ്റേനു നല്ല നാടൻ ഫ്ലേവറിലുള്ള മസാലയെല്ലാം ആയിട്ട്. അവസാനം ഒരു തരിയുണ്ടിയും കഴിച്ച് ഒന്ന് മധുരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മോന്താൽ പാലത്തിനടുത്തുള്ള ഇതാണ്, ഈ ബാലേട്ടൻ്റെ ചായക്കടയാണ്. പിന്നെ അവിടുന്ന് നേരെ ഞാൻ പോയത് കണ്ണൂരേക്കാണ്. കുറച്ച് പണിയുണ്ടായിരുന്നു ഉച്ചവരെ കണ്ണൂരിൽ നിന്ന് ചെയ്ത് തീർക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സമയം ഒരു 2:15 ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. കണ്ണൂർ ടൗണിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ലഗോൺ ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ ന്യൂ പുലരി, കക്കാട് റോഡിലുള്ള. അവിടെ പോയിട്ട് അവിടുന്ന് ഒരു ഫുൾ ലഗോൺ ചിക്കൻ ബിരിയാണി പറഞ്ഞ്. ലെഗ് പീസ് വേണ്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞു, പക്ഷേ ചങ്ങായി ഒരു പീസ് ലെഗ് തന്നെ ഇട്ടിന്. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. അങ്ങനെ ബിരിയാണിയെല്ലാം കഴിച്ച് എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ പണിയുണ്ടായിരുന്നു കണ്ണൂർ ടൗണിൽ. അതെല്ലാം തീർത്ത ശേഷം നേരെ ഒന്ന് പയങ്ങാടിയിലേക്ക് വെച്ച് പിടിച്ച്, പയങ്ങാടി കുൽഫിയിലേക്ക്. പയങ്ങാടി കുൽഫിന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ചതിന് ശേഷം അവിടുന്ന് ഒരു മന്തി ഓർഡർ ചെയ്തു, ഒരു അൽഫാം മന്തി. കുൽഫിയിലുള്ള മന്തി നല്ല അഭിപ്രായം കേട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച്. അൽഫാം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേശം ഡ്രൈ ആണ്, പക്ഷേ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മസാലയെല്ലാം ശരിക്കും ഉള്ളിൽ വരെ എത്തിയിട്ടെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രൈ ആണെന്നുള്ളത് ഒഴിച്ച് നിർത്തിയാൽ നല്ല അൽഫാം. അതിന് പിന്നെ മന്തി റൈസിൻ്റെ ഫ്ലേവറും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അൽഫാം മന്തിയും കഴിച്ച് അതിൻ്റെ കൂടെ മയോണൈസ് വന്നിട്ട് ഞാൻ പിന്നെ മയോണൈസ് കൂട്ടിയിട്ടില്ല, സലാത്ത കൂട്ടിയിട്ടല്ല കഴിച്ചത്. അൽഫാമിൻ്റെ ഒരു ഭാഗവും അങ്ങനെ ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിച്ച് ആടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഈ സ്പോട്ട് നമ്മളെ പയങ്ങാടി എരിപുരുള്ള കെഫേ കുൽഫിയാണ്. അങ്ങനെ അവിടുന്ന് കഴിച്ചിറങ്ങി പിന്നെ ഒന്ന് മാടായി പാറയില്ലേ, അതിലൂട്ടിലൊന്ന് വെറുതെ കാർ ഓടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ആടെ ഒരു ചായ കിട്ടുന്ന സ്പോട്ടുണ്ട്. അവിടുന്ന് ഒരു ചായയും കുടിച്ച് അവിടുന്ന് ഒരു കടിയും കഴിച്ച്. ചായ ഭയങ്കര സ്പെഷ്യൽ എന്ന് കേട്ടിട്ടാണ് കുടിച്ച് നോക്കിയത്. അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും തോന്നില്ല, ഒരു ആവറേജ്. ഈ കടി കുഴപ്പമില്ല, പക്ഷേ തീരെ ചൂടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ശരി.